ഹലോ വെൽക്കം ബാക്ക് ടു എച്ച് എയ്സ്. ഇന്നത്തെ നമ്മളുടെ വീഡിയോ കേട്ടറ്റ് കാറ്റഗറി 1-ൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള സിലബസും മാർക്ക് ഡിസ്ട്രിബ്യൂഷനുമാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ കേട്ടറ്റിന് മെയിനായിട്ട് നമുക്ക് 5 സബ്ജക്റ്റ് പഠിക്കാനുണ്ട്. ആദ്യത്തേത് സൈക്കോളജി, അടുത്തതായിട്ട് നമുക്ക് പഠിക്കാനുള്ള നമ്മുടെ ലാംഗ്വേജ് വിഷയമാണ് മലയാളം, മൂന്നാമതായിട്ട് ഇംഗ്ലീഷ്, പിന്നെ സയൻസ് അല്ലെങ്കിൽ EVS, അഞ്ചാമതായിട്ട് മാത്സ്. ഈ എല്ലാ സബ്ജക്റ്റിനും 30 മാർക്ക് വീതമായിട്ട് 150 മാർക്കിനാണ് നമ്മൾ എക്സാം എഴുതുന്നത്. ഈ 150 മാർക്കിൽ OBC കാറ്റഗറിയിലുള്ളവർക്ക് 82ഉം ജനറൽ കാറ്റഗറിയിലുള്ളവർക്ക് 90 മാർക്ക് ഉണ്ടെങ്കിൽ നമുക്ക് കേട്ടിട്ട് ക്വാളിഫൈഡ് ആയി. സിലബസ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും അത് ഡൗൺലോഡ് ചെയ്തിട്ട് പ്രിൻ്റ് എടുത്ത് വെക്കണം. ഇപ്പോൾ നമുക്ക് നമ്മുടെ സിലബസ് ഒന്ന് വേഗം ഓടിച്ചു നോക്കാം. അതിൽ ആദ്യം വരുന്നത് സൈക്കോളജി, ചൈൽഡ് ഡെവലപ്മെൻറ്റ് ആൻഡ് പെഡഗോജി. ഇതിൽ 30 മാർക്കാണ്. ഇതിലെ സബ് ടോപ്പിക്കുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തേത് മെത്തേഡ്സ് ഓഫ് സ്റ്റഡിയിങ് ചൈൽഡ് ബിഹേവിയർ, ഒബ്സർവേഷൻ, കേസ് സ്റ്റഡി, ഇൻ്റർവ്യൂ, സൈക്കോളജിക്കൽ ടെസ്റ്റ് എക്സെട്ര. ഇത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ പഠിച്ച മനഃശാസ്ത്ര ഉപാധികൾ എന്തൊക്കെയാണ്. നമ്മൾ പഠിച്ച മനഃശാസ്ത്ര ഉപാധികൾ ഇത് തന്നെയാണ്: ഒബ്സർവേഷൻ, നിരീക്ഷണം, കേസ് സ്റ്റഡി, ഇൻ്റർവ്യൂ, അങ്ങനെയുള്ള നമ്മൾ പഠിച്ചിട്ടുള്ള അതിനെയാണ് ഇവിടെ വരുന്ന ചോദ്യങ്ങളും. രണ്ടാമത് വരുന്നത് കൺസെപ്റ്റ് ഓഫ് ഡെവലപ്മെൻറ്റ്, വികാസ തത്വങ്ങൾ. അതിനുശേഷം വരുന്നത് മൂന്നാമത്തെ പോയിന്റ് പ്രിൻസിപ്പിൾസ് ഓഫ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ്, വളർച്ചയും വികാസവും. അതിൻ്റെ ഒരു താരതമ്യമാണ് അവിടെ ഉദ്ദേശിക്കുന്നത്, നമ്മൾ പഠിച്ചിട്ടുണ്ട്. നാലാമത്തേത് ഇൻഫ്ലുവൻസ് ഓഫ് ഹെറിഡിറ്റി ആൻഡ് എൻവിറോൺമെൻറ്റ് ഓൺ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ്, ഒരാളുടെ വികാസത്തിൽ പരിസ്ഥിതിയും പാരമ്പര്യവും എങ്ങനെ സ്വാധീനം ചെലുത്തുന്നു എന്നുള്ളതാണ്. അടുത്ത പോയിന്റ് കൺസെപ്റ്റ് ഓഫ് ലേണിംഗ്, പഠനതന്ത്രങ്ങളും പഠന രീതികളും നമ്മൾ പഠിച്ചിട്ടുണ്ട്, അതുതന്നെയാണ്. അടുത്തത് വരുന്നത് ബേസിക് തിയറി ഓഫ് ലേണിംഗ്, അതായത് നമ്മൾ പാവ്ലോവ്, സ്കിന്നർ ഇവരൊക്കെ തത്വങ്ങൾ പഠിച്ചിട്ടുണ്ട്. പഠനത്തെക്കുറിച്ചുള്ള വിവിധ സിദ്ധാന്തങ്ങളാണ് അവിടെ. അടുത്തത് വരുന്നത് റിലേഷൻ ബിറ്റ്വീൻ ഡെവലപ്മെൻറ്റ് ആൻഡ് ലേണിംഗ്, പഠന സന്നദ്ധതയെക്കുറിച്ചുള്ള സിദ്ധാന്തവും തിയറിയൊക്കെയാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. പിയാഷെ, കാൾബർഗ്, വൈഗോട്സ്കി ഇവരുടെയൊക്കെ സിദ്ധാന്തങ്ങളെ കുറിച്ചിട്ടാണ് പിന്നെ നമ്മൾ പഠിക്കാനുള്ളത്. കൺസെപ്റ്റ് ഓഫ് ചൈൽഡ്, ഇവിടെ ഉദ്ദേശിക്കുന്നത് നമ്മൾ പ്രോബ്ലം ബേസ്ഡ് ലേണിംഗ് പറഞ്ഞിട്ടുണ്ട്, ആക്ടിവിറ്റി ബേസ്ഡ് മെത്തേഡ് ഓഫ് ലേണിംഗ് പറഞ്ഞിട്ടുണ്ട്, പിന്നെ സെൻറ്റേഡ് ആൻഡ് പ്രോഗ്രസീവ് എഡ്യൂക്കേഷൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചിട്ടൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതാണ് അടുത്തതായിട്ട് പറയുന്നത്. പിന്നെ നമുക്ക് പറയുന്നത് ലാംഗ്വേജ് ആൻഡ് തോട്ട്, ബേസിക് പെർസ്പെക്റ്റീവ് ഓഫ് പിയാഷെ, ചോംസ്കി ആൻഡ് വൈഗോട്സ്കി. പിന്നെ വരുന്നത് ജെൻഡർ ആസ് എ സോഷ്യൽ കൺസ്ട്രക്റ്റ്, നമ്മൾ പഠിച്ചിട്ടുണ്ട് സൊസൈറ്റിയിലുള്ള ജെൻഡർ റോൾസ്, ജെൻഡർ ബയാസ് ഇവയെ കുറിച്ചിട്ടൊക്കെയാണ്. അതിനുശേഷം വരുന്നത് ഇവാലുവേഷൻ ആൻഡ് അസസ്മെൻറ്റ്, ഗ്രേഡിംഗ് രീതികളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്, അതാണ് വരുന്നത്. പിന്നെ അവസാനത്തിൽ നോക്കുകയാണെങ്കിൽ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ്, അഡ്ജസ്റ്റ്മെൻറ്റ് മെക്കാനിസം നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് പരിചയമുള്ള ഭാഗങ്ങൾ മാത്രമേ ഉള്ളൂ ഈ 15 ക്വസ്റ്റ്യൻസ്. ഈ 15 മാർക്ക് കിട്ടാൻ നമ്മൾ നമ്മുടെ സൈക്കോളജി മാത്രം പഠിച്ചാൽ മതി. പിന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറും കാര്യങ്ങളൊക്കെ നോക്കിയാൽ തന്നെ നമുക്ക് ഈ 15 മാർക്ക് സിമ്പിളായിട്ട് കിട്ടും. അടുത്ത സെക്ഷൻ വരുന്നത് 5 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് വരുന്നത് കൺസെപ്റ്റ് ഓഫ് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് ചിൽഡ്രൻ വിത്ത് സ്പെഷ്യൽ നീഡ്സ്. നമ്മൾ ഉൾച്ചേർന്ന വിദ്യാഭ്യാസം അതിനെക്കുറിച്ചിട്ടൊക്കെ പഠിച്ചിട്ടുണ്ടല്ലോ. പൊതുവിദ്യാലയത്തിലെ സ്പെഷ്യൽ നീഡ്സുള്ള കുട്ടികൾ, ഡിഫറെൻ്റ്ലി ഏബിൾ ആയിട്ടുള്ള കുട്ടികൾ പൊതുവിദ്യാലയത്തിൽ പഠിക്കുന്നതിൻ്റെ പ്രാധാന്യമൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആ ഭാഗത്തു നിന്നാണ് ഈ ക്വസ്റ്റ്യൻസ് വരുന്നത്. അപ്പോൾ അതും നമ്മളെ പുസ്തകത്തിലുള്ളത് തന്നെയാണ്. നമ്മൾ ലേണിംഗ് ഡിസബിലിറ്റീസ് ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഡിസ്ലെക്സിയ, ഡിസ്കാൽക്കുലിയ, ഇതൊക്കെ ഓർമ്മയുണ്ടല്ലോ. ഇതൊക്കെയാണ് ഈ 5 മാർക്കിന് വരുന്നത്. അടുത്ത 10 മാർക്ക് വരുന്നത് നമ്മൾ പെഡഗോജിയിൽ നിന്നാണ്. ലേണിംഗ് ആൻഡ് പെഡഗോജി എന്ന് പറഞ്ഞ ഭാഗത്ത് 8 പോയിന്റ്സ് ആണ് വരുന്നത്. ഇങ്ങനെ ഇത് വായിച്ച് നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും നമ്മൾ സൈക്കോളജിയിൽ പഠിച്ചിട്ടുള്ളത് തന്നെയാണ് ഇതിൽ വരുന്ന പോയിന്റ്സ് എല്ലാം. പിന്നെ ഇതിൽ കറക്റ്റായിട്ട് പറയുന്നുണ്ട് നമ്മളെ LP ക്ലാസ്സിലുള്ള ക്ലാസ് റൂം ബേസ്ഡ് ആണ് നമ്മളെ ക്വസ്റ്റ്യൻസ് വരിക. പിന്നെ മലയാളത്തിലായിരിക്കട്ടെ ക്വസ്റ്റ്യൻസ്, നമ്മൾ ഇംഗ്ലീഷ് ടേം പഠിച്ചിട്ട് കാര്യമില്ല. നമുക്ക് ഈ സൈക്കോളജി മലയാളത്തിലുള്ള ക്വസ്റ്റ്യൻസാണ് ഉണ്ടാവുക, മലയാളത്തിലുള്ള ടേമുകളാണ് വരിക. അപ്പോൾ അതിൻ്റെ മലയാളം ടേം എന്തായാലും പഠിച്ചു വെക്കണം. അടുത്ത സെക്ഷൻ നമുക്ക് നോക്കാനുള്ളത് ലാംഗ്വേജ് ഭാഗമാണ്. മലയാളം, കന്നഡ, തമിഴ്. ഇതിൽ മലയാളമാണ് നമ്മളെല്ലാവരും എടുക്കുന്ന വിഷയമല്ലേ. അപ്പം മലയാളം നമുക്ക് 30 മാർക്കിനാണ് ഉണ്ടാകുക. അത് 4 സെക്ഷനാക്കി ഭാഗിച്ചിട്ടുണ്ട്. ആദ്യത്തേത് ഗദ്യം, രണ്ടാമത്തേത് പദ്യം, പിന്നെ പെഡഗോഗി, അറ്റ് ലാസ്റ്റ് ഭാഷ, സാഹിത്യം, സംസ്കാരം ഭാഗങ്ങൾ. മലയാളത്തിൽ നമുക്ക് വളരെ ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻസാണ് സാധാരണ കണ്ടുവരുന്നത്. എന്നാൽ നമുക്ക് പ്രാക്ടീസിലൂടെ നമുക്ക് മലയാളം നമുക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റുന്നതേ ഉണ്ടാവുകയുള്ളൂ. ഇവിടെ ഒരു ഗദ്യഭാഗം തന്നിട്ട് അതിൻ്റെ കേന്ദ്രാശയം കണ്ടെത്താനുണ്ടാകും, നിഗമന രൂപീകരണം, വിശകലനം. 5 മാർക്കിന് നമുക്ക് ഇവിടുന്ന് ചോദ്യം പ്രതീക്ഷിക്കാം. അടുത്തത് ഒരു പദ്യഭാഗം തന്നിട്ട് അതിൻ്റെ കേന്ദ്രാശയം കണ്ടെത്താനും കാവ്യബിംബം കണ്ടെത്താനും വ്യാഖ്യാനിക്കാനും ഒക്കെ ഉണ്ടാകും. അവിടുന്ന് നമുക്ക് 5 മാർക്ക് പ്രതീക്ഷിക്കാം. പിന്നെ നമുക്ക് മാതൃഭാഷാ ബോധനം, പെഡഗോഗി, അത് നമുക്ക് നമ്മളെ സെമ്മിലുള്ള പാഠഭാഗങ്ങളിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടും. നമ്മൾ DLED പഠിക്കുന്ന മലയാളത്തിൽ നിന്ന് തന്നെ ഈ ഭാഗത്തുള്ള മാർക്ക് നമുക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റും. ഭാഷാ പഠന സിദ്ധാന്തങ്ങൾ, വ്യത്യസ്ത കഴിവുള്ള കുട്ടികളുടെ പ്രത്യേക പരിഗണന നൽകുന്ന ഭാഷാ പഠനം, പാഠപദ്ധതി വിനിമയത്തിൻ്റെ രീതിശാസ്ത്രം, ഇതൊക്കെ നമ്മൾ പഠിച്ചു തന്നെയാണ്.
പിന്നെ അടുത്തത് വരുന്നത് ശൈലികളും പ്രയോഗങ്ങളും, പ്രായോഗിക വ്യാകരണം, പഴഞ്ചൊല്ലുകൾ, സാഹിത്യരൂപങ്ങൾ, താളബോധം. താളബോധത്തിൽ നിന്നൊക്കെ കൃത്യമായിട്ട് നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുമ്പോൾ ക്വസ്റ്റ്യൻസ് കണ്ടുവരുന്നുണ്ട്. ഇത് കൂടാതെ തന്നെ മലയാളത്തിൽ വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് സന്ധികൾ. സന്ധികൾ നിങ്ങൾക്ക് അറിയാമല്ലോ, ലോപസന്ധി, ആദേശസന്ധി, ആഗമസന്ധി, ഇങ്ങനെ നമുക്ക് സന്ധികൾ പഠിക്കാനുണ്ട്. പിന്നെ ബുക്ക്, ഓദർ, അവാർഡ്, ഈ കാര്യങ്ങളും കറണ്ട് അഫയേഴ്സ് നമുക്ക് ഇതിൽ നിന്ന് വരും. കൃത്യമായിട്ടുള്ള പ്രാക്ടീസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മലയാളം 30 മാർക്ക് ഇല്ലെങ്കിലും നമുക്ക് അത്യാവശ്യം മാർക്ക് സ്കോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ, കേട്ടിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ മലയാളം എന്തായാലും പഠിച്ചേ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും ട്രെൻഡിങ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും ഒക്കെ നമ്മൾ മലയാളം ഹൈ ലെവലായിട്ട് തന്നെ പഠിക്കേണ്ടതുണ്ട്. അടുത്തത് ലാംഗ്വേജ് 2, ഇംഗ്ലീഷ് അല്ലെങ്കിൽ അറബിക്ക്. നമ്മൾ ഇംഗ്ലീഷാണല്ലോ എടുക്കുന്നത്. ഇംഗ്ലീഷിൽ നമുക്ക് 30 മാർക്ക് ഉണ്ട്. ഇതിൽ ആദ്യം വരുന്നത് ലാംഗ്വേജ് കോംപ്രഹെൻഷൻ എന്നാണ് 15 ക്വസ്റ്റ്യൻസ് വരുന്നത്. ഇവിടെ നമുക്ക് അൺഫെമിലിയർ ആയിട്ടുള്ള ഒരു പാസേജ് തന്നിട്ട് അതിൽ നിന്നായിരിക്കും കുറേ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. പിന്നെ നമുക്ക് ഗ്രാമർ പാർട്ടിൽ നിന്ന് നമ്മൾ ആർട്ടിക്കിള്, WH ക്വസ്റ്റ്യൻസ്, SR/No ക്വസ്റ്റ്യൻസ്, ക്വസ്റ്റ്യൻ ടാഗ്, ടെൻസ്, ഇങ്ങനെ നമുക്ക് കുറേ ഭാഗങ്ങൾ ഇതിൽ നോക്കുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റും. ആക്സിലറി വെർബ്സ് ചോദിക്കും. പിന്നെ നമുക്ക് വെർബൽ എബിലിറ്റി വരുന്നുണ്ട്. അവിടെ വൊക്കാബുലറി, അനോണിയംസ്, സിനോണിയംസ്, പിന്നെ ഇഡിയംസ്, ഫ്രേസ്, ഇങ്ങനത്തെ ഒക്കെ ചോദിക്കുന്നുണ്ട്. പിന്നെ സിലബസിന് പുറത്തുനിന്ന് നമുക്ക് റിപ്പോർട്ട് സ്പീച്ച്, ആക്റ്റീവ് പാസീവ് വോയിസസ്, ഇതൊക്കെ നമുക്ക് ഷോർട്ട് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇതൊക്കെ നമുക്ക് പ്രാക്ടീസിലൂടെ തന്നെ നമുക്ക് നേടിയെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറും അല്ലെങ്കിൽ ട്രെൻഡിങ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ നമുക്ക് അതിൽ നിന്നും ഈ 30 മാർക്ക് സിമ്പിളായിട്ട് കിട്ടും. അടുത്തത് വരുന്നത് ഇംഗ്ലീഷിൻ്റെ പെഡഗോഗിയാണ്. പെഡഗോഗി നമ്മൾ പഠിക്കുന്നത് തന്നെയാണ് ഉണ്ടാവുക. 15 മാർക്ക് നമുക്ക് പെഡഗോഗി എന്നാണ് വരുന്നത്. ലാംഗ്വേജ് അക്വിസിഷൻ ആൻഡ് ലേണിംഗ്, പ്രിൻസിപ്പിൾസ് ഓഫ് ലേണിംഗ്, ലാംഗ്വേജ് ആൻഡ് തോട്ട്, ഒബ്ജക്റ്റ് ഓഫ് ഇംഗ്ലീഷ് ലാംഗ്വേജ്, ഇതൊക്കെ നമ്മൾ പരിചയമുള്ള ഭാഗം തന്നെയാണ്. അടുത്തത് നമുക്ക് വരുന്നത് എൻവിറോൺമെൻറ്റ് സയൻസ് ആണ്, EVS. ഇവിടെ നമുക്ക് കുറേ ടോപ്പിക്സ് കാണാം. 20 മാർക്കിന് നമുക്ക് 20 അല്ല, നമുക്ക് ഏകദേശം മാർക്കിലേറെ നമുക്ക് കണ്ടന്റ് ബേസ്ഡിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് കാണാം. പെഡഗോഗിയിൽ നിന്ന് അധികം ഒരു 7-8 മാർക്കിനൊക്കെ തന്നെ ചോദിക്കുള്ളൂ. 10 മാർക്കിനൊന്നും പെഡഗോഗി ചോദിച്ച് കണ്ടിട്ടില്ല. നമ്മൾ 1 മുതൽ 7 വരെയുള്ള EVS സയൻസ് പഠിക്കുന്നതോടെ നമ്മളെ സിലബസ് കംപ്ലീറ്റ് ആവും. ഇവിടെ നമുക്ക് ആ പാഠഭാഗം തന്നെ ഉള്ളൂ. ഫാമിലി, വാട്ടർ, ഇങ്ങനെ നമുക്ക് പരിചയമുള്ള ഭാഗം മാത്രമേ ഉള്ളൂ ഇതിൽ. പിന്നെ EVSലാണ് നമ്മളെ കൂടുതലായിട്ടും ട്രെൻഡിങ് ക്വസ്റ്റ്യൻസ് വരുന്നത്. അപ്പോൾ നമ്മളെപ്പോഴും അപ്ഡേറ്റ് ആയിരിക്കണം EVSൻ്റെ കാര്യത്തിൽ. പിന്നെ പെഡഗോഗി കിട്ടാൻ നമ്മളെ സയൻസിലുള്ള ശാസ്ത്ര പാഠപുസ്തകം പഠിക്കുന്നതോട് കൂടിയിട്ട് നമ്മൾക്ക് അതിലുള്ളതിനുള്ള ഈ സിലബസ് നിങ്ങൾക്ക് വായിക്കുമ്പോൾ തന്നെ മനസ്സിലാകും. റോൾ ഓഫ് സയൻസ് ടീച്ചർ, ലേണിംഗ് എയ്ഡ്സ്, യൂണിറ്റ് അനാലിസിസ്, പെഡഗോജിക് അനാലിസിസ്, ഇതൊക്കെ നമ്മൾ പഠിക്കുന്ന സയൻസാണ് ഇവിടെ വരുന്നത്. അടുത്തത് വരുന്നത് മാത്സ് ആണ്. മാത്സിനും നമുക്ക് 30 മാർക്കാണുള്ളത്. സിലബസിൽ പറയുന്നത് 1 മുതൽ 5 വരെ കേരള സിലബസിലുള്ള മാത്തമാറ്റിക്സിൻ്റെ ക്വസ്റ്റ്യൻസ് ആണെന്നാണ്. എങ്കിലും നമ്മൾ അതിനപ്പുറത്തേക്കും പഠിക്കണം. അത് നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുമ്പോൾ മനസ്സിലാവും. നമ്മൾ ആദ്യം വരുന്നത് നമ്പേഴ്സാണ്. ഇവിടെ അഡീഷൻ, സബ്സ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ ഒക്കെ വരുന്നുണ്ട്. പക്ഷേ നാച്ചുറൽ നമ്പറിൻ്റെതായിരിക്കില്ല. ഡെസിമൽസും ഫ്രാക്ഷനൊക്കെയാണ് ഇവിടെ അഡീഷനും സബ്സ്ട്രാക്ഷനൊക്കെ വന്ന് കണ്ടിട്ടുള്ളത്. പിന്നെ ജിയോമെട്രി വരുന്നുണ്ട്, മെഷർമെൻറ്റ് വരുന്നുണ്ട്. പിന്നെ പെഡഗോജി ക്വസ്റ്റ്യൻസ് ആണ്. ഇവിടെയും 6-7 മാർക്കിന് മാത്രമേ പെഡഗോജി ക്വസ്റ്റ്യൻസ് ഉണ്ടാകുള്ളൂ. ബാക്കിയൊക്കെ വരുന്നത് കണ്ടന്റ് ബേസ്ഡാണ്. അതും നമുക്ക് നല്ല പ്രാക്ടീസ് ഉണ്ടെങ്കിൽ മാത്രമേ എളുപ്പത്തിൽ നമുക്ക് തന്നിട്ടുള്ള സമയത്തിനുള്ളിൽ 1.5 മണിക്കൂറാണ് നമുക്ക് എക്സാമിന് തന്നിട്ടുണ്ടാകുന്ന സമയം. അപ്പോൾ 180 മാർക്കാണ്. അപ്പോൾ ഒരു ക്വസ്റ്റ്യന് 1 മാർക്കാണ് നമുക്ക് കിട്ടുക. അപ്പോൾ നല്ല പ്രാക്ടീസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇംഗ്ലീഷ്, മലയാളം, മാത്സ് ഒക്കെ നമുക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ EVS, സൈക്കോളജി പോലുള്ള വിഷയങ്ങൾ നമ്മൾ നല്ലോണം പഠിച്ചിട്ടും പോകണം. നമുക്ക് DLEDന് പഠിക്കാനുള്ള സൈക്കോളജി, മലയാളം, ഇംഗ്ലീഷ്, EVS, മാത്സ്, ഈ വിഷയങ്ങളിലുള്ള പെഡഗോജിക് ഭാഗങ്ങൾ നമ്മൾ നന്നായിട്ട് പഠിച്ചിട്ട് പോകുക. അതിന് പുറമെ നമ്മളെ സിലബസ് ഒന്ന് കവർ ചെയ്യാൻ നോക്കുക. പിന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും പിന്നെ ട്രെൻഡിങ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും ഒന്ന് കവർ ചെയ്യുന്നതോടുകൂടി നമുക്ക് സിമ്പിളായിട്ട് കേട്ടിട്ട് നേടിയെടുക്കാൻ പറ്റും. പിന്നെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പോലെ തന്നെ നമ്മൾ സിലബസ് പ്രിൻ്റ് ഔട്ട് എടുത്ത് വെച്ചിട്ട് നമ്മുടെ നോട്ട് ബുക്കിൽ ഒട്ടിച്ച് വെക്കുക. നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളൊക്കെ നോട്ട് എഴുതി പഠിച്ചു പോകുക. ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മുടെ ചാനലിൽ ഓരോ ടോപ്പിക്കിലുള്ള ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും. എല്ലാ സബ്ജക്റ്റും, സൈക്കോളജി, മലയാളം, ഇംഗ്ലീഷ്, EVS, മാത്സ്, എല്ലാ സബ്ജക്റ്റിലുള്ള ക്ലാസ്സുകളും മോക്ക് ടെസ്റ്റും ഒക്കെ നമ്മൾ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കാം. നമ്മുടെ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. കൂടെ ബെല്ലൈക്കണും കൂടി ഓണാക്കി വെക്കുകയാണെങ്കിൽ നമ്മളിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് അപ്പോൾ തന്നെ കിട്ടുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.